So we were discussing about static force analysis. Static force analysis, the distinction between static analysis and dynamic analysis എന്താണെന്നുള്ള ഇന്നലെ വ്യക്തമാക്കി തന്നതാണ്. So static force analysis, now our first module completely deals with what? Static force analysis. So adile generally, or not generally, mainly two sets of forces are to be considered. അല്ലെങ്കിൽ രണ്ട് സെറ്റ് ഓഫ് ഫോഴ്സസ് ഉള്ള ന്യൂമറിക്കൽസ് ആയിരിക്കും നമുക്ക് എപ്പോഴും വരിക. Those two forces are applied forces and constrained forces. Now, let us discuss what are applied forces and what are constrained forces. Okay. I'll start with an example taking a slider crank mechanism. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ശ്രദ്ധിച്ചു കേൾക്ക്. ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആണ്. ഈ കൺസെപ്റ്റ് മനസ്സിലായ ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ന്യൂമറിക്കൽസും ചെയ്യാം. ഓക്കെ, രണ്ട് സെറ്റ് ഓഫ് മേജർലി ടു സെറ്റ്സ് ഓഫ് മെക്കാനിസംസ് ആണ് വരിക. സ്ലൈഡർ ക്രാങ്ക് അല്ലെങ്കിൽ നോർമൽ 4 ബാർ മെക്കാനിസം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്വിക്ക് റിട്ടേൺ മോഷൻ മെക്കാനിസമോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ട് ഏതെങ്കിലും കുറച്ചധികം നമ്പർ ഓഫ് ലിങ്ക്സ് വന്ന മെക്കാനിസത്തിന് സമയം ഉണ്ടെങ്കിൽ നോക്കാം. ഐ എം നോട്ട് ഷുവർ. ഇപ്പൊ തൽക്കാലം വിൽ ഗോ ബൈ ഡിസ്കസിങ് അബൌട്ട് വാട്ട് a slider crank as well as a 4 bar mechanism. I'll start with the slider crank. അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് we'll discuss which are the forces involved by analyzing the static forces within that mechanism. One of our basic depiction of let the fixed links be link number 1. Let this be link. This link number. Now, usually slider crank consider ഒരു സാധാരണ IC engine consider ചെയ്യുക. IC engine ഉണ്ടെങ്കിൽ ഇതിപ്പോ ഒരു ഹൊറിസോണ്ടൽ IC എഞ്ചിന്റെ മോഡൽ ആയിരിക്കാം. ഇവിടെ ക്രാങ്ക്, ഫ്ലൈവീൽ ഉണ്ടാവും, റൊട്ടേറ്റിംഗ് ക്രാങ്ക് ഉണ്ടാവും, കണക്ടിംഗ് റോഡ് ഉണ്ടാവും. കൺസിഡർ ദി സ്ലൈഡർ ടു ബി ദ പിസ്റ്റൺ. പിസ്റ്റൺ വിൽ ബി റെസിപ്രോക്കേറ്റിംഗ് വിത്തിൻ എ സിലിണ്ടർ. അങ്ങനെയാണെങ്കിൽ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹൊറിസോണ്ടൽ മെഷീൻ ആണെങ്കിൽ ഒരു കംപ്രസർ കൺസിഡർ ചെയ്യാം. ഇവിടെ ഗ്യാസ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവും. പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവും. ലെറ്റ് ദാറ്റ് പ്രഷർ ബി ഡിനോട്ടഡ് ആസ് F. Now, ഗ്യാസ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു റൊട്ടേറ്റിംഗ് ഈ എലമെന്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, ഗ്യാസ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഗ്യാസ് പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കണക്റ്റിനോട് ഇങ്ങോട്ട് മാറിയിട്ട് ഇറ്റ് വിൽ വാട്ട് ഫോഴ്സ് ദ ക്രാങ്ക് ടു റൊട്ടേറ്റ്. സോ അവിടെ ഒരു റൊട്ടേറ്റിംഗ് ബോഡിയാണ്. റൊട്ടേറ്റിംഗ് ബോഡീന്റെ മേലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ജനറലി ഒരു ടോർക്ക് ഡെവലപ്പ് ആവും അല്ലെ? ഇനി ഇൻ ഓർഡർ ആ ടോർക്ക് എത്ര എമൗണ്ടിലാണ് ഡെവലപ്പ് ആകുന്നത്? Torque will be developed so that the system remains in balance or system remains in equilibrium. The externally applied force on to the piston, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൂവ്മെന്റ് വരുമ്പോൾ ഈ ടോട്ടൽ സിസ്റ്റത്തിനെ ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
let the torque be P. So if we look at this particular system, the forces F and the torque T are known as applied forces. ഇത് രണ്ടും എന്താണ്? അപ്ലൈഡ് ഫോഴ്സ് ആണ്. ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ദീസ് ആർ ദി അപ്ലൈഡ് ഫോഴ്സസ്. മനസ്സിലാവുന്നുണ്ടോ? ബോയ്സ്, ആർ യു ഏബിൾ ടു ഹിയർ മീ? റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് അപ്ലൈഡ് ഫോഴ്സസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ്? എന്താണ് ഈ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് എന്ന്? അപ്ലൈഡ് ഫോഴ്സ് ഏതാന്നുള്ള മനസ്സിലായി. നൗ ലെറ്റ് us understand what are the constraint forces. See, നമ്മൾ ഫോഴ്സ് അനാലിസിസ് ആണ് ചെയ്തു കൊടുക്കുന്നത്. ഫോഴ്സ് അനാലിസിസ് ഡെഫിനറ്റ്ലി നമ്മൾ മാസ് കൺസിഡർ ചെയ്ത കൊണ്ടാണ് കോസ് ഓഫ് ദി മോഷനായ ഫോഴ്സിലേക്ക് പോകുന്നത്. സോ ആ കൺസിഡറേഷൻ വരുമ്പോൾ ഇപ്പം F is acting on link number 4, direct application link number 4ലാണ്. So link number 4 മൂവ് ചെയ്യുമ്പോൾ 4 is connected with 3 and 4 will enforce 3 to move. So 4 മൂന്നാമത്തെ ലിങ്കിനെ മൂവ് ചെയ്യാൻ വേണ്ടി ഇൻസിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? The force from 4 will get transmitted to 3, or the member 4, fourth member will exert a particular force onto the third member. മനസ്സിലാവുന്നുണ്ടോ? Yes sir. ഇല്ലേ? ഒരു എക്സേർഷൻ ഉണ്ടാവും. Similarly, third member will exert a force on second member. ഉണ്ടാവൂലേ? ഉണ്ടാവില്ലേ? ഓക്കെ. ഇനി ഓരോന്നിന്റെ മേലേക്ക് ഒരു ഫോഴ്സ് വരുമ്പോൾ we know that by Newton's third law, every reaction will have an equal and opposite reaction എന്നുള്ള law ഉണ്ട്. That means if the member 4 is exerting a force onto the member 3, there will be an equal and opposite reaction to that particular force. Similarly, if third member is exerting a force onto second member, an equal and opposite reaction onto the third member will also be there from the second member. അതുപോലെ തന്നെ 2ഉം 1ഉം they are also two different links. So 2 1ന്റെ മേലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ equal and opposite reaction 1 2ലേക്കും കൊടുക്കും. ഈ interreactions or the internal forces within these elements are known as constrained forces. Constrained force എന്തെല്ലാന്ന് പറഞ്ഞാൽ ഫോർത്ത് മെമ്പർ തേർഡ് മെമ്പറിലേക്ക് അതിന് നമ്മൾ F43 എന്ന് ഡിഫൈൻ ചെയ്യും. What does F43 mean? Force applied by fourth member onto third member. Similarly, force will be applied by third member onto second member. Force will be applied by second member onto first member. F34, F32, F21. ഇത്രയും ഫോഴ്സസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള റിയാക്ഷൻസും ഉണ്ട്. അതായത് F43 ഈക്വൽ ആയിരിക്കും equal and opposite reaction third member fourth ലേക്ക് കൊടുക്കും. That is F34. Similarly, F32 ഉണ്ടെങ്കിൽ അതിന് equal and opposite ആയിട്ട് F23 ഉണ്ടാവും. F21 ഉണ്ടെങ്കിൽ അതിന് equal and opposite ആയിട്ട് F12 ഉണ്ടാവും. These are the set of constrained forces. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? അപ്ലൈഡ് ഫോഴ്സ് ഏതാണ്, കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ഏതാണെന്നുള്ളത്? ഓക്കെ. ഇനി ഈ കേസസിലൊക്കെ നമ്മൾ ഇനേർഷ്യൽ ഫോഴ്സ് MA, അതായത് മാസ് ഓഫ് ദി എലമെന്റ് കൊണ്ടുണ്ടാകുന്ന ഇനേർഷ്യൽ ഫോഴ്സ് MA നമ്മൾ നെഗ്ലക്ട് ചെയ്യും. കാരണം വി കൺസിഡർ ദ ഇനേർഷ്യൽ ഫോഴ്സ് ടു ബി വെരി മച്ച് ലോ കമ്പയർഡ് ടു ദ എക്സ്റ്റേർണലി അപ്ലൈഡ് ഫോഴ്സസ്. അതുകൊണ്ടാണ് വി ആർ ഡൂയിങ് സ്റ്റാറ്റിക് അനാലിസിസ്. അതുകൊണ്ട് ഈ സ്റ്റാറ്റിക് അനാലിസിന്റെ മൊഡ്യൂൾ നമ്മൾ മാസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. I hope you have understood which are the applied forces and the constraint forces. ഒരു മെമ്പറിൽ കൃത്യമായിട്ടുണ്ടാകുന്ന കൺസ്ട്രെയിന്റ് ഫോഴ്സസ് ഏതാന്നുള്ളത് I hope you have a clear understanding by now. See, what you have to understand is, if I write a force Fij എന്നൊരു ഫോഴ്സ് എഴുതിയാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ മെമ്പർ I on to the member J. Now this Fij will have an equal and opposite reaction which is Fji. The reaction from the member I.
This is very, very important because due to or the application of this concept will lead us to superposition theory. ഈ സൂപ്പർ പൊസിഷൻ എന്താന്ന് പറഞ്ഞാൽ സൂപ്പർ പൊസിഷൻ തിയറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോഴ്സ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? സോ ഞാൻ ഈ പറയുന്നതിനൊക്കെ ജസ്റ്റ് നിങ്ങളെ നോട്ട്സിൽ ലെക്ചർ നോട്ട്സ് എഴുതി വെക്കുക എന്തൊക്കെയാന്നുള്ളത് കേട്ടോ. Okay. Now, in order to do a static force analysis, first module ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. In order to do a static force analysis, നമ്മളെ കയ്യിൽ ഉണ്ടാവേണ്ട ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ബോഡി ഡയഗ്രംസ് ആണ്. ഫ്രീ ബോഡി ഡയഗ്രംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുക. വാട്ട് ഈസ് എ ഫ്രീ ബോഡി ഡയഗ്രം? എന്താണ് ഒരു ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറഞ്ഞാൽ? അരുൺ രാജിന് പറയാൻ പറ്റുമോ വാട്ട് ഈസ് എ ഫ്രീ ബോഡി ഡയഗ്രം? എന്താ അരുൺ രാജ് ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറഞ്ഞാൽ? കോൺഫിഗറേഷൻ ഡയഗ്രം പോലത്തെയാണ്. തെറ്റ്. റനീഷ് പറ, what is a free body diagram? Ranish? Yes, sir. What is a free body diagram? First sem മുതൽ നിങ്ങൾ പഠിക്കുന്നതാണ് free body diagram. From engineering mechanics onwards, you have been going through this term free body diagrams. അദ്വൈത് എന്താണ്? Yes, sir. അദ്വൈത് എന്താ ഫ്രീ ബോഡി ഡയഗ്രാം? അത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിന്റെ ഡയറക്ഷൻസ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, പാർട്ട്ലി, അതായത് കുറച്ചൊരു ഐഡിയ ഉണ്ട് അദ്വൈത് പറഞ്ഞത്. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിന്റെ ഡയറക്ഷൻസ് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കലാണ്, അല്ലെങ്കിൽ ഡയറക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രം ഉപയോഗിക്കാം. ദാറ്റ്സ് വെരി ട്രൂ. സി, ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറഞ്ഞ ടേം പറഞ്ഞത് ഫ്രീ ഫ്രം body. That is free body diagram. If this slider crank mechanism is totally taken as a single system, what we are going to do is we are going to disintegrate it into different parts. That means total body in idine free akum എന്നിട്ട് ഓരോ പാർട്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. And on that individual parts we will mention all the set of forces being acting on that particular part. ഇതിനാണ് ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. ഫ്രീ ബോഡി ഡയഗ്രം വരക്കുന്നതിലൂടെയാണ് നമുക്ക് ഫോഴ്സ് അനാലിസിസിലേക്കുള്ള ക്ലാരിറ്റി കിട്ടുന്നത്. ഓർ എൽസ് ഫോഴ്സ് അനാലിസിസിലേക്കുള്ള സൊല്യൂഷനിലേക്ക് എത്തണമെങ്കിൽ we should have free body diagram with us. Let us try to draw the free body diagram of this particular system. Okay. നോക്കാം, ഇതിൽ ആദ്യം നമുക്ക് ലിങ്ക് നമ്പർ 1 ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, കാരണം അത് ഫിക്സഡ് ലിങ്ക് ആണ്. ഓക്കെ, ഫോഴ്സസിന്റെ എഫക്ട് അതിന്റെ മേലെ വരുന്നില്ല. എനിക്ക് ഇതിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഫ്രീ ബോഡി വരക്കാനുള്ളത് ലിങ്ക് നമ്പർ 2, ലിങ്ക് നമ്പർ 3 ആൻഡ് ലിങ്ക് നമ്പർ 4 ആണ്. ഓക്കെ, നൗ ലിസൺ ടു വാട്ട് ഐ സേ വെരി വെരി കെയർഫുൾ. ലെറ്റ് മീ ഷോ ലിങ്ക് നമ്പർ 2 ഫസ്റ്റ്. ഞാൻ ലിങ്ക് നമ്പർ 2 ആദ്യം ഇവിടെ വരക്കുന്നു. ഓക്കെ, ഇതേ ലിങ്ക് ഞാൻ ഇവിടെ വരക്കുന്നു. ഈ മെക്കാനിസത്തിന് ഞാനൊരു പേര് കൊടുക്കുന്നു, ABC എന്ന് കൊടുക്കുന്നു. സോ ലിങ്ക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ AB. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് നമ്പർ 2 ആണ്. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചില്ല, ഞാൻ ജസ്റ്റ് ലിങ്ക് നമ്പർ 2 നെ. Now let me show link number 3 here.
B, C. Okay, this is link number 2. ഈ വരച്ചത് link number 2 ആണ്. ഈ വരച്ചത് link number 3 ആണ്. Now let us look into link number 4. ഞാൻ വരക്കുന്ന ഡയഗ്രാം കാണുന്നില്ലേ നിങ്ങൾക്ക്? Are you able to see the figures? Yes, sir. I am showing link number 4 here. So, these three links from the body I have separated and shown them individually. Now, let us mark or let us denote the set of forces being acting on the body. Now, നമുക്ക് അറിയുന്ന ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലിങ്ക് നമ്പർ 4 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണ്. ദി എക്സ്റ്റേണലി അപ്ലൈഡ് ഗ്യാസ് പ്രഷർ capital F, that is the one force which we know both in its magnitude as well as direction. See, the force F has a particular magnitude. For example, let it be 500 Newton or 200 kilonewton, and the direction of it is acting parallel to the surface or parallel to the sliding surface. So F is a force which we know in its complete form. Complete form എന്ന് പറഞ്ഞാൽ എന്താ? In its magnitude as well as direction. Hope I am making myself clear. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് പറയുന്നത്? Yes, sir. Okay. Yes, sir. So ഇനി രണ്ടാമത് നമുക്ക് അറിയുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെ അപ്ലൈഡ് ഫോഴ്സ് ഏതാണ്? In order to keep the total system in equilibrium, we are applying or a torque is being generated in link number 2. ആ link number 2 torque അത് നമുക്ക് ഇവിടെ കാണിക്കാം. Even though we don't know its action, അവിടെ ഒരു ടോർക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇനി let us look into the constrained forces. Constrained forces എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. Okay. Now, fourth ലിങ്കിൽ ഗ്യാസ് പ്രഷർ വരുമ്പോൾ അത് തേർഡ് ലിങ്കിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. That means ഫോർത്ത് ലിങ്ക് ഒരു പ്രഷർ തേർഡ് ലിങ്കിലേക്ക്, ഒരു ഫോഴ്സ് തേർഡ് ലിങ്കിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത് എവിടെയായിരിക്കും? പോയിന്റ് സിയിലായിരിക്കൂലേ? ആയിരിക്കില്ലേ? Okay. Let me mark this force as F43. Fourth member തേർഡിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്. Similarly, third member സെക്കൻഡിലേക്ക് കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലെ? സെക്കൻഡ് ലിങ്ക് ഇതാണ്. അത് ആക്ട് ചെയ്യുന്നത് ഈ ലിങ്ക് നമ്പർ 2 പോയിന്റ് ബിയിലായിരിക്കും ആക്ട് ചെയ്യുക. Let me mark that as F third member 2ലേക്ക് കൊടുക്കുന്നത്. ഇതിങ്ങനെ zigzag ആയിട്ട് കാണിച്ചെന്ന് പറഞ്ഞാൽ we don't know the magnitude or the direction of both. അറിയോ? ഇല്ല. Now, basically static force analysis നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ we consider the total system to be in equilibrium. ഈ ടോട്ടൽ സിസ്റ്റം ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന കൺസിഡറേഷൻ നമ്മൾ എടുക്കും. അങ്ങനെ ഒരു കൺസിഡറേഷൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്താ പറയാ ഇക്വിലിബ്രിയം എന്നുള്ള കണ്ടീഷൻ നമ്മൾ എടുക്കും. അങ്ങനെ ഇക്വിലിബ്രിയം എന്നുള്ള കണ്ടീഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇഫ് ദ ടോട്ടൽ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, all the members of the system must be definitely in equilibrium. അല്ലെ? മൊത്തത്തിലൊരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിലുള്ള എല്ലാ സ്മോൾ മെമ്പേഴ്സും എന്താവണം? ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ആയിരിക്കണ്ടേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നോക്ക് ലിങ്ക് നമ്പർ 3 നോക്ക്. ഈ എൻഡിൽ ഒരു F43 എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ സിസ്റ്റം ബാലൻസ്ഡ് ആയിട്ട് ഇക്വിലിബ്രിയത്തിൽ നിർത്തണമെങ്കിൽ ഈ എൻഡിലും കൂടി ഒരു ഫോഴ്സ് വേണ്ടേ? ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടുന്ന് ഒരു സാധനം ഒന്നുമ്പോ നമ്മൾ അങ്ങോട്ടും കൂടി കൊടുത്താലേ അതാണ് അനങ്ങാണ്ട് നിൽക്കും അല്ലേ? സിമ്പിൾ ലോജിക്. ഒന്ന് വേണം. ദാറ്റ് മീൻസ് ഇവിടെ നിന്നുള്ള ഫോഴ്സ് എന്താണ്? ബി എന്ന് പറഞ്ഞ പോയിന്റ് ഈസ് കണക്റ്റഡ് ടു ലിങ്ക് നമ്പർ 2. ദാറ്റ് മീൻസ് ലിങ്ക് നമ്പർ 2ൽ നിന്ന് ലിങ്ക് നമ്പർ 3ലേക്ക് കൊടുക്കുന്ന റിയാക്ഷൻ ഫോഴ്സ് ആണിത്. ഓൾറെഡി 3-2ലേക്ക് ഒരു ഫോഴ്സ് 3-2 കൊടുക്കുന്നുണ്ട്. അപ്പോ ഒബ്വിയസ്ലി ബൈ ന്യൂട്ടൺസ് തേർഡ് ലോ
that particular force should have an equal and opposite reaction. ആ റിയാക്ഷൻ ആണ് F23. ആ റിയാക്ഷൻ ഉണ്ടാകുന്ന എവിടെയാ? അതേ ബി എന്ന് പറഞ്ഞ സ്ഥാനത്തിലല്ലേ ഉണ്ടാവുക? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സിമിലർലി തേർഡ് മെമ്പർ സെക്കൻഡ് മെമ്പറിലെ ഒരു എൻഡ് പോയിന്റിലേക്ക് 3-2 എന്ന് പറഞ്ഞ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതേ മെമ്പറിന്റെ മറ്റേ എൻഡ് പോയിന്റിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വേറൊരു ഫോഴ്സ് കൊടുക്കണ്ടേ? എന്നാലല്ലേ ഈ മെമ്പറും ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? ഓക്കെ. സോ ഇവിടെയും എനിക്ക് ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡോ അറിയാത്ത മറ്റൊരു ഫോഴ്സും കൂടി എനിക്കിവിടെ കാണിക്കാം. സോ ദാറ്റ് വിൽ ബി F12. കാരണം 1ഉം 2ഉം തമ്മിലുള്ള കണക്ഷൻ ഇടാം. അപ്പൊ ഒരു റിയാക്ഷൻ, അതായത് എഫ് നിന്ന് 2 1ലേക്ക് F32 ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ 2 1ലേക്ക് ഒന്ന് കൊടുക്കും അല്ലെ? അപ്പൊ അതിനുണ്ടാകുന്ന ഒരു ഈക്വൽ റിയാക്ഷൻ ആണ് F12. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ F43, അതായത് 4 3ലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ 3 4ലേക്ക് ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യൂലേ? ഫോർത്ത് മെമ്പർ ഇവിടെ ഉണ്ട് and we have the third member. That means the third member, as it is receiving a force from fourth member, 4-3 എന്നുള്ളൊരു ഫോഴ്സ് കിട്ടുമ്പോൾ 3-4 എന്ന് പറഞ്ഞ ഫോഴ്സ് അങ്ങോട്ടും കൊടുക്കും. ആ 3-4 ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. എനിക്ക് ഡയറക്ഷൻ ഒന്നും അറിയില്ല ഇതിന്റെ. ഐ എം സിംപ്ലി മാർക്കിംഗ് F34. And fourth member is sliding on a surface അല്ലേ? ആ സർഫസ് ലിങ്ക് നമ്പർ 1 അല്ലേ? അല്ലേ? അപ്പോ ഈ ഫോർത്ത് മെമ്പർ ലിങ്ക് നമ്പർ 1ലേക്ക് ഒരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവൂലേ? F41 എന്ന് പറഞ്ഞൊരു ഫോഴ്സ്. Fourth member will be giving a force to the first member. That means F41. So if the first member is receiving a force from the fourth member which is sliding over it, definitely the member 1 should exert a reaction force to the fourth member. ആ റിയാക്ഷൻ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മാർക്ക് ചെയ്യാം. Even though I don't know the magnitude or direction. F14. 1-4ലേക്ക് കൊടുക്കുന്നത്. ഇത്രയും ഞാൻ വരച്ചത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? Is this clear? See, any figures നോക്ക്. What I have shown are the forces which are being acting upon the member. തേർഡ് മെമ്പറിന്റെ മുകളിലേക്ക് വരുന്ന ഫോഴ്സ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഫോർത്ത് മെമ്പറിന്റെ മുകളിലേക്ക് വരുന്ന ഫോഴ്സ്, സെക്കൻഡ് മെമ്പറിന്റെ മുകളിലേക്ക് വരുന്ന ഫോഴ്സ്, ഇവരൊന്നും പുറത്തേക്ക് കൊടുക്കുന്ന ഫോഴ്സ് അല്ല കാണിച്ചത്. ഓരോ മെമ്പറും പുറത്തേക്ക് കൊടുക്കുന്ന ഫോഴ്സ് കാണണമെങ്കിൽ we just have to look at the adjacent member which is linked to it. See, for example, if you want to know about the forces which are being transmitted from third link, തേർഡ് ലിങ്കിൽ നിന്ന് പുറത്തേക്ക് ഏതാന്ന് അറിയേണ്ടെങ്കിൽ തേർഡ് ലിങ്കുമായി കണക്ട് ചെയ്ത ഫോർത്ത് ലിങ്കും തേർഡ് ലിങ്കുമായി കണക്ട് ചെയ്ത സെക്കൻഡ് ലിങ്കും നോക്കിയാൽ മതി. സി, F43 ആണ് ഒരു ഭാഗത്ത് വരുന്നെങ്കിൽ തേർഡ് ലിങ്ക് F34 കൊടുക്കും. അത് എവിടെയാ പോകുന്നത്? ഫോർത്ത് ലിങ്കിലേക്ക് പോകുന്നത് അല്ലെ? F23 എന്നത് ഫ്രം സെക്കൻഡ് ലിങ്ക് if 3 is receiving a force F23, എന്ത് ചെയ്താൽ മതി? അത് തിരിച്ചു കൊടുക്കുന്ന പുറത്തേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ 2 ലിങ്ക് നമ്പർ 2ലേക്ക് ശ്രദ്ധിച്ചാൽ മതി. F32. മനസ്സിലാവുന്നുണ്ടാ പറയുന്നത്? See, look at F4 എന്ന് പറഞ്ഞ ലിങ്കിലേക്ക് 1-4 എന്ന് പറഞ്ഞ ഫോഴ്സ് വരുന്നുണ്ട്. അപ്പൊ 4 1ലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഏതാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഞാൻ ശ്രദ്ധിച്ചാൽ മതി. F14 ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഫസ്റ്റ് മെമ്പർ നമ്മൾ വരക്കാത്തോണ്ട് അത് കാണാത്ത. F14 എന്ന ഫോഴ്സ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് 4-1 ഉണ്ടാവും. F12 ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് 2-1 ഉണ്ടാവും. ഈസ് ദിസ് ക്ലിയർ? നോ, നമ്മളെ ഫ്രീ ബോഡി ഡയഗ്രാം കംപ്ലീറ്റ് അല്ല. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? ഒരു ഗിവൺ സ്ലൈഡർ ടാങ്ക് മെക്കാനിസത്തിൽ എത്ര സെറ്റ് ഓഫ് ഫോഴ്സസ് ഈ ഗിവൺ കണ്ടീഷനിൽ ഡെവലപ്പ് ആയി വരാം, അല്ലെങ്കിൽ ഹൗ മെനി സെറ്റ് ഓഫ് ഫോഴ്സസ് ആർ ബീങ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം എന്നതാണ് മനസ്സിലായത്. ഇതിൽ ഒറ്റൊന്നേ നമുക്കറിയാം, വി നോ ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് T. മാഗ്നിറ്റ്യൂഡ് അറിയില്ല. Is this very very clear? Yes sir. ക്ലിയർ ആണോ ഇത്? Yes sir. ഇനി ക്ലിയർ ആവണം. ഇനി നമുക്ക് ഇതിൽ അനാലിസിസ് പാർട്ടിലേക്ക് കടക്കണമെങ്കിൽ we should know the conditions of equilibrium for all these set of elements. Elements എന്ന് പറഞ്ഞാൽ ലിങ്ക് 2 ഒരു എലമെന്റ് ആണ്, ലിങ്ക് 3 ഒരു എലമെന്റ് ആണ്, ലിങ്ക് 4 ഒരു എലമെന്റ് ആണ്. ഓരോ ബോഡിന്റെയും കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം മനസ്സിലാക്കി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഇതിലെ സെറ്റ് ഓഫ് ഫോഴ്സസ് കണ്ടുപിടിക്കാൻ പറ്റും.
സി ഒരു പ്ലെയിനാർ മെക്കാനിസത്തിൽ, പ്ലെയിനാർ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്ലെയിനിൽ നമ്മളിപ്പോ ഈ ചെയ്യുന്ന മുഴുവൻ പ്ലെയിനാർ മെക്കാനിസത്തിലാണ്. കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? Summation of all the forces must be equal to 0. Summation of all the moments due to the forces about a point must also be equal to 0. പണ്ടേ നമ്മൾ പഠിക്കുന്നുണ്ട് conditions of equilibrium for a planar mechanism. Sigma f should be equal to 0. Sigma m about any point should be equal to 0. അല്ലേ? Yes, sir. ഇതെല്ലാം കണ്ടീഷൻസ് ഓഫ് ഒരു പ്ലെയിനാർ മെക്കാനിസത്തിന്റെ കണ്ടീഷൻ. നോ ഒരു പ്ലെയിനാർ മെക്കാനിസത്തിൽ ഈ ഒരു കണ്ടീഷൻ മാത്രമല്ല വരിക. അതിന്റെ എക്സാമ്പിൾ ആണ് ലിങ്ക് നമ്പർ 2. ലിങ്ക് നമ്പർ 2 എന്താ ഉള്ളത്? ഇവിടെ ഒരു പ്ലെയിനാർ ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു പ്ലെയിനാർ ഫോഴ്സ് ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു ടോർക്കും കൂടി ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ അങ്ങനത്തെ കേസിൽ കപ്പിൾസ് എങ്ങനെ അതായത് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടോർക്കാണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് പറ്റി നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ദാറ്റ് വാട്ട് അവിടെയും ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം നമ്മൾ കൺസിഡർ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ള പറയാം. Now, since we now know all the set of forces being acted upon each and every member within this given system, next thing what we have to know is we have to inculcate certain conditions of equilibrium for each of these members. ഓരോ മെമ്പറിലും നമ്മളൊരു കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇമ്പാർട്ട് ചെയ്ത് കൊടുത്തു. ആ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലെ എല്ലാ ഫോഴ്സും കണ്ടുപിടിക്കുന്നത്. അതായത് F1, 2, 3, 2, 2, 3, 4, 3, 3, 4, 1, 4. Each and every forces that too in magnitude as well as direction will be finding out. മനസ്സിലാവുന്നുണ്ടോ? Even the value of torque. Is this clear? Clear ആണോ? Yes, sir. Okay. ഇനി നോക്ക്, ഞാൻ ആദ്യം ഇതിനെ ഈ ഫ്രീ ബോഡി ഡയഗ്രത്തില് ഇനി നമ്മൾ ഈ വീണ്ടും ഞാൻ കുറച്ച് കൺസെപ്റ്റ് ആണ് പറയാം. ഓരോ സെറ്റ് ഓഫ് ഫ്രീ ബോഡി ഡയഗ്രത്തിനെയും ഞാൻ കുറച്ച് ഡിസ്റ്റിങ്ഷനോടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ടേക്ക് ലിങ്ക് നമ്പർ 3. ലിങ്ക് നമ്പർ 3 മെമ്പർ ഈസ് BC. ലിങ്ക് നമ്പർ 3 ഒരു മെമ്പർ ആണ്. ദാറ്റ് ഈസ് എ 2 ഫോഴ്സ് മെമ്പർ. ഈ ലിങ്ക് നമ്പർ 3ന്റെ വില F43 F23 രണ്ട് ഫോഴ്സല്ലേ ആക്ട് ചെയ്യുന്നുള്ളൂ, അല്ലേ? Yes, sir. So link number 3 becomes a 2 force member. Okay, this is a 2 force member. Look at link number 4. Link number 4 ന്റെ മേലെ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലേ? ആക്ട് ചെയ്യുന്നില്ലേ? Yes, sir. So this is a 3 force member. Look at link number 2. Link number 2 ന്റെ വില രണ്ട് ഫോഴ്സും ഒരു കപ്പിളും ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? So link number 2 becomes 2 forces and a couple member. ഈ എഴുതിയ 2 ഫോഴ്സ് മെമ്പർ, 3 ഫോഴ്സ് മെമ്പർ, 2 ഫോഴ്സസ് ആൻഡ് എ കപ്പിൾ മെമ്പർ, ഇതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഒരു മെക്കാനിസത്തിൽ വരാൻ പോകുന്ന ടൈപ്പ് ഓഫ് മെമ്പേഴ്സ്. അത് ഇഫ് യു ടേക്ക് അപ്പ് എ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഓർ എ 4 ബാർ മെക്കാനിസം, രണ്ട് മെക്കാനിസം എടുത്താലും അതിൽ വരാൻ പോകുന്ന ഏറ്റവും ബേസിക് സെറ്റ് ഓഫ് അല്ലെങ്കിൽ ബേസിക് ടൈപ്പ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗണത്തിൽ പെടുന്നതാണ്. 2 ഫോഴ്സ് മെമ്പർ, അതായത് മിനിമം ഒരു 2 ഫോഴ്സ് മെമ്പർ ആയിരിക്കും. സിംഗിൾ ഫോഴ്സ് മെമ്പർ ഒരിക്കലും ഉണ്ടാവില്ല. മനസ്സിലാവില്ല. കാരണം ഒരു മെക്കാനിസത്തിലെ ഏതൊരു ലിങ്കും മറ്റു ലിങ്ക് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. സോ ഡെഫിനറ്റ്ലി ഒരു ലിങ്കിന്റെ മേലെ 2 ഫോഴ്സ് എങ്ങനെയാലും വരും, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ കൂടി. ലിങ്ക് നമ്പർ 3ന്റെ മേലെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. ഇവിടെ ആകെ എക്സ്റ്റേണൽ ഫോഴ്സ് ലിങ്ക് നമ്പർ 4ലും 2ലും മാത്രമേ ഉള്ളൂ. ലിങ്ക് നമ്പർ 3 doesn't have any external force, but even though it is not having any external force, it has 2 internal force അല്ലെങ്കിൽ 2 constrained forces ഉണ്ട്. സോ ലീസ്റ്റ് ഫോഴ്സ് ഉണ്ടാകാൻ പറ്റുന്നത് 2 ആണ്. സോ 2 ഫോഴ്സ് മെമ്പർ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു മെമ്പറാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Yes, sir. പിന്നെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന 3 ഫോഴ്സ് മെമ്പർ ആണ്. ലൈക്ക് ദ സ്ലൈഡർ ഇൻ എ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഇനി ഒരു മെമ്പറിൽ ഒരിക്കലും 3 ഫോഴ്സ് മെമ്പർ മാത്രമേ ഉണ്ടാവുന്നില്ല, മോർ ദാൻ ആയിട്ട് വരാം. 4 ഫോഴ്സ് മെമ്പർ ഉണ്ടാവാം, 5 ഫോഴ്സ് മെമ്പർ ഉണ്ടാവാം,
Okay, 4 force member vannalum how we are going to solve that also we'll look into it. Now what I have mentioned here are the basic set of or classification of members according to the forces acting on the members that will be present in every set of mechanisms that we take up. That means the least number of forces acting upon a member will be minimum 2. So that will become a 2 force member. Now the slider within this example is a 3 force member. Karanam it has 1 applied force and 2 constrained forces. Look at link number 2 or the crank or the input link. Input link it has a couple. Torque T rotary direction, circular direction, planar direction. So it has a couple as well as 2 forces acting on that member. So these are the basic set of members classified based on the number of forces acted on them individually. See, 3 force member is just an example. Now the number of forces can increase from 3 to 4 or 4 to 5. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി ഒരു 2 ഫോഴ്സ് മെമ്പറിൽ ഇങ്ങനെ 2 ഫോഴ്സ് വന്നാൽ അതിന് ഇക്വിലിബ്രിയത്തിലാക്കണ്ടെങ്കിൽ എന്ത് കണ്ടീഷൻ? ഒരു 3 ഫോഴ്സ് മെമ്പറിനെ ഇക്വിലിബ്രിയത്തിലാക്കണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ വേണം സാറ്റിസ്ഫൈ ചെയ്യണം? 2 ഫോഴ്സസ് ആൻഡ് കപ്പിൾ ആക്ട് ചെയ്യുന്ന ഒരു മെമ്പറിനെ ഇക്വിലിബ്രിയത്തിലാക്കണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ we can directly calculate the set of forces. Each force നെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഞാൻ ഈ വരച്ചതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോ. ഇത് ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? നോട്ട് ചെയ്യുന്നുണ്ട് ആരെങ്കിലും? കാരണം ഇനി ബോർഡിൽ വരക്കണമെങ്കിൽ എനിക്കിത് മായ്ക്കണം, സ്ഥലമില്ല. Okay, so I hope this is clear. Now നമുക്ക് ഇതിലെ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്ത 2 ഫോഴ്സ് മെമ്പർ മാത്രം കൺസിഡർ ചെയ്യാം. ബാക്കിയെല്ലാം തൽക്കാലത്തേക്ക് വിടാം. Let us consider this 2 force member. Now ഒരു മെമ്പറിന്റെ നില അല്ലെങ്കിൽ ഒരു എലമെന്റ് ഓർ എ ബോഡി if it is acted upon by 2 forces, ആ ബോഡി ഇക്വിലിബ്രിയത്തിലാവണ്ടെങ്കിൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, both the forces should be equal. 2 ഫോഴ്സ് ഈക്വൽ ആണ്. അതായത് F23 should be equal to F43. 2 ഈക്വൽ ആയിരിക്കും. സെക്കൻഡ് കണ്ടീഷൻ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. തേർഡ് കണ്ടീഷൻ, both should have same line of action. ഈ 3 conditions if it satisfies, then we can say that that particular 2 force member is in equilibrium. Okay, that means ഇങ്ങനെ ഒരു മെമ്പറിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെമ്പർ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ both the forces should be equal and opposite and both the forces should have same line of action. ഞാൻ ആദ്യമേ പറഞ്ഞു, while we are doing the static force analysis, the fundamental thing that we consider is our total system will be considered in equilibrium. Since the total system falls within equilibrium, each of the elements that are parts of that particular system should also be in equilibrium. That means the total system, if we have link number 2, 3 and 4, each link individually should be in equilibrium. That means link 2 should be in equilibrium, link 3 should be in equilibrium, link 4 should be in equilibrium individually. Clear on that? Am I making clear? Yes, sir. Okay. So since we have taken this assumption, the total system to be in equilibrium, link number 3 should be separately in equilibrium, individual equilibrium ആവണല്ലോ. അങ്ങനെ ഇൻഡിവിജ്വൽ ഇക്വിലിബ്രിയത്തിലാണ് ലിങ്ക് 3 എങ്കിൽ ഈ ഫോഴ്സസിന്റെ ഡയറക്ഷൻ പറയാൻ നമുക്ക് വളരെ എളുപ്പമല്ലേ? കാരണം എന്താ,
ഒരു ടു ഫോഴ്സ് മെമ്പർ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ അതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് ഇതൊക്കെ ആയിരിക്കണം. ദാറ്റ് മീൻസ് ദ ടു ഫോഴ്സസ് ഇവിടെ ആക്ട് ചെയ്യുന്ന F43 ആൻഡ് ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന F23, they should be equal, opposite direction and having the same line of action. മനസ്സിലാവുന്നുണ്ടോ? സോ F43 F23 ഡയറക്ഷൻ എങ്ങനെയല്ലേ വരേണ്ടത്? Yes, sir. ക്ലിയർ ആണോ? Yes, sir. അങ്ങനെയാണെങ്കിൽ F43 മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചാൽ ഡയറക്ട്ലി നമുക്ക് F23 മാഗ്നിറ്റ്യൂഡും പറയാം. കാരണം എന്താ? സിൻസ് ദ മെമ്പർ ഷുഡ് ഹാവ് ടു ബി ഇൻ ഇക്വിലിബ്രിയം, വാല്യൂ ഓഫ് F43 ഷുഡ് ബി ഈക്വൽ ടു വാല്യൂ ഓഫ് F23 അല്ലേ? Yes, sir. സോ ഒരു ടു ഫോഴ്സ് മെമ്പറിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സിന്റെയും ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഷുഡ് ബി ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആൻഡ് ഷുഡ് ഹാവ് സെയിം ലൈൻ ഓഫ് ആക്ഷൻ. ഈ രണ്ട് പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് പോയിന്റിലൂടെ നമുക്ക് ആ രണ്ട് ഫോഴ്സിന്റെയും ഡയറക്ഷൻ എക്സാക്ട് ആയിട്ട് പറയാം. നമുക്ക് എവിടുന്നാണ് ഈ കണ്ടീഷൻസ് കിട്ടുന്നത്? ഒരു ടു ഫോഴ്സ് മെമ്പർ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഈസ് ഇറ്റ് ക്ലിയർ? Yes, sir. സർ Okay. We'll do one thing. We'll continue in the next hour. Okay. Third hour HMT ആണ്. ഇന്ന് HMT ഇല്ല.